നമസ്കാരം. ശശിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, UDFിൻ്റെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ കൺവെൻഷൻ്റെ തത്സമയവും തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ്റെ തത്സമയവും ശശി TV നിങ്ങൾ പ്രേക്ഷകരിലെത്തിക്കുന്നു. ഈ തത്സമയത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹാർദമായ സ്വാഗതം. ഇപ്പോൾ ബഹുമാനപ്പെട്ട കൊല്ലം പാർലമെൻറ്റ് MP ശ്രീ NK പ്രേമചന്ദ്രൻ സ്ഥാനാർത്ഥികളുമായി നമുക്ക് ഇവിടെ പരിചയപ്പെടുത്തുകയും ഷാൾ അണിയിക്കുകയൊക്കെ ചെയ്യുകയാണ്. സ്ഥാനാർത്ഥികൾ പുരയിടം 16-ാം വാർഡിൽ നിൽക്കുന്ന യൂസഫ് ചേലപ്പള്ളി, തൊട്ടടുത്ത 1-ാം വാർഡ് തിരുവിൻ ഭാഗത്തു നിന്ന് മത്സരിക്കുന്ന നസീർ, അതിൻ്റെ തൊട്ടടുത്തായി മണ്ണാമ്പറമ്പ് വാർഡിനെ പ്രതികരിക്കുന്ന ബിന്ദു സുരേഷ്, അതിന് തൊട്ടടുത്തായി മാടന്നുട വാർഡിൽ നിന്നും ജനവിധി തേടുന്ന ശ്രീമതി ബിന്ദു നവാസ്, അതിന് തൊട്ടുപുറത്തായി ടൗൺ വാർഡ് പ്രതികരിച്ച് മത്സരരംഗത്തേക്ക് വരുന്ന ശ്രീമതി നിഷ ഷമീർ, ഇടയ്ക്കോട് വാർഡിൽ ജനവിധി തേടുന്ന സുദർശനൻ, അക്കോണം വാർഡിൽ നിന്നും മത്സരിക്കുന്ന ശ്രീ ശ്യാംരാജ്, പൂങ്കോട് വാർഡിൽ നിന്ന് മത്സരിക്കുന്ന S വിജയകുമാർ, കണ്ണക്കോട് വാർഡിൽ നിന്ന് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ശ്രീകുമാർ മറിയപ്പള്ളി, വെള്ളൂപ്പാറ മത്സരിക്കുന്ന ശ്രീമതി മഞ്ജുഷ, വെട്ടുവഴി ജനവിധി തേടുന്ന നസീറ, ഇപ്പോൾ MP ആണിച്ചത് കള്ളിക്കാട് വാർഡിൽ നിന്ന് ജനവിധി തേടുന്ന ശ്രീ കുരിയോട് അൻസാരി, ചടയമംഗലം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന സന്തോഷ് കുമാർ, ഒപ്പം കലയം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഗിരിജ, ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ശ്രീമതി വിനീത ശങ്കർ, ജില്ലാ ഡിവിഷനിൽ മത്സരിക്കുന്ന ഗോപിക റാണി കൃഷ്ണ, കുരിയോട് വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ശ്രീമതി ഇന്ദിരാഭായി അമ്മ, ഒപ്പം ജയശ്രീ ജനവിധി തേടുന്ന UDFിൻ്റെ സ്ഥാനാർത്ഥി ശ്രീമതി ജയശ്രീയുമാണ് ഇപ്പോൾ വേദി ഉള്ളത്. എൻ്റെ മുന്നേ ഇപ്പോഴേ വിളിച്ച് കൊല്ലം ജില്ലാ പഞ്ചായത്ത് ചടയമംഗലം ഡിവിഷൻ ഇലക്ഷൻ കൺവെൻഷനും സ്ഥാനാർത്ഥി സംഘവുമാണ് ഇപ്പോൾ ചടയമംഗലം കൈരളി ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത്. എന്നോട് ഇപ്പുറത്തിരുന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് കവർ ചെയ്താൽ ഒരു സൈഡ് ചെയ്താൽ മതി. അല്പസമയത്തിനുള്ളിൽ തന്നെ ബഹുമാനപ്പെട്ട കൊല്ലത്തിൻ്റെ MP
ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. അദ്ദേഹം കൈരളി ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്ത് നിന്നും തന്നെ UDF-ൻ്റെ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ബഹുമാനപ്പെട്ട കൊല്ലത്തിൻ്റെ എംപിയാണ് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും. കൺവെൻഷൻ പറഞ്ഞില്ലേ ഇയാളെ എപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇയാളെ അടിക്കുന്ന നല്ലതായി എടുക്കുന്നതിനൊന്നുമില്ല. നടന്നോണ്ടിരിക്കുക നീ വരുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് അങ്ങ് പോയാ അങ്ങനെ കാര്യപരിപാടികൾ ആരംഭിക്കുകയാണ്. അങ്ങനെ കാര്യപരിപാടികൾ ആരംഭിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെയും
വാർഡ് തല സ്ഥാനാർത്ഥികളുടെയും സംഘമാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ അധ്യക്ഷനായിട്ട് ബഹുമാന്യനായ AR നിഷ അവരുടെ ക്ഷണിക്കുന്നു. ഔപചാരികമായ യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. ഒൻപതാം തീയതി തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സംഗമവും ആ സംഗമത്തിലേക്ക് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മത്സരിക്കുന്ന ശ്രീമതി ഗോപിക രാധാകൃഷ്ണയുടെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടും എന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഈ ചടങ്ങിന്റെ സ്വാഗതം ആശംസിക്കുന്നതിനായി ഏറ്റവും പ്രിയങ്കരനായ ശ്രീ VO സാധന ക്ഷണിക്കുന്നു. പ്രിയങ്കരായ അധ്യക്ഷൻ ശ്രീ ARS, ഏറ്റവും ആദരണീയനായ നമ്മുടെ അഭിമാനമായ കൊല്ലത്തിൻ്റെ പാർലമെന്റ് അംഗം ശ്രീ MK പ്രേമചന്ദ്രൻ, പ്രിയങ്കരിയായ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കുന്ന ശ്രീമതി ഗോപിക രാധാകൃഷ്ണ അടക്കമുള്ള ഈ സ്ഥാനാർത്ഥി സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരെ, കോൺഗ്രസിൻ്റെയും പോഷക സംഘടനയുടെയും ഐക്യ ജനാധിപത്യ മുന്നണി ഘടകകക്ഷികളുടെ നേതാക്കന്മാരെ, സുഹൃത്തുക്കൾ, നമ്മുടെ ചടയമംഗലം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ സ്ഥാനാർത്ഥികളുടെ മീറ്റിംഗാണ് ഇന്നിവിടെ വെച്ചത്. വരുന്ന ഡിസംബർ 9 നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെപ്പറ്റി അവലോകനം നടത്തുന്നതിന്, ആ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇതൊരു മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്. നമ്മുടെ കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ UDFന് അനുകൂലമായ ജനങ്ങളുടെ ചിന്തയും വികാരവും പ്രവർത്തനവും ഉണ്ട് എന്ന് നമുക്കറിയാം. അത് ക്രോഡീകരിക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ ചിന്തയും പ്രവർത്തനങ്ങളെയും LDFിനെതിരായിട്ടുള്ള വികാരത്തെയും വോട്ടുകളാക്കി മാറ്റിക്കൊണ്ട് കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ ജനാധിപത്യ ക്രമത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. അത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്പോഴുണ്ടായിരുന്ന കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരിയുടെ രാഷ്ട്രീയപരമായി അത് വിനിയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അപ്പോഴുണ്ടായിരുന്ന പ്രത്യേക സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ടാണ് LDF ത്രിതല പഞ്ചായത്തുകളിൽ നിയമസഭയിൽ വിജയിക്കുകയും ചെയ്തത്. അതിനൊരു രാഷ്ട്രീയപരമായോ അല്ലെ ജനാധിപത്യപരമായ വിജയമായിരുന്നില്ല. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്ന ഒട്ടേറെ വിഷയങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാന വികസനമാണ്. കഴിഞ്ഞ 10-9 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന തുടർഭരണം ലഭിച്ച ഒരു ഗവൺമെന്റ് തെറ്റായ നയങ്ങൾക്കെതിരെ അല്ലെങ്കിൽ കേരളത്തിലെ തൊഴിലില്ലായ്മയ്ക്കെതിരെ ഒക്കെയുള്ള ഒരു വിധിയെഴുത്ത്. ആ വിധിയെഴുത്തിന് നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട്, ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെപ്പറ്റി നിലവിലുള്ള സർക്കാരിന്റെ പിടിപ്പുകേടിനെതിരെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. കേരളത്തിൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ വിലക്കയറ്റവും വളരെ പ്രധാനമാണ്. പണ്ടൊക്കെ ഏത് ഗവൺമെന്റ് അധികാരത്തിൽ നിന്നാലും വലിയ തോതിൽ സമരങ്ങൾ യുവജനങ്ങളിൽ ഉണ്ടാകുമായിരുന്നു. അതെല്ലാം തൊഴിലില്ലായ്മയ്ക്കെതിരെയായിരുന്നു. തൊഴിൽ തരുമെന്ന് പറഞ്ഞുകൊണ്ട് സമരങ്ങൾ നമ്മളുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിൽ അത്തരം സമരങ്ങൾ കാണുന്നില്ല. അതിന്റെ അർത്ഥം പിണറായി വിജയൻ സർക്കാർ കേരളത്തിലെ ചെറുപ്പക്കാർക്കെല്ലാം തൊഴിൽ നൽകി എന്നുള്ളതാണ്. കേരളത്തിൽ നിന്ന് ചെറുപ്പക്കാരെല്ലാം പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് വിദ്യാഭ്യാസത്തിന് പോയിട്ട്, തൊഴിലിന് പോയിട്ട് വിദ്യാഭ്യാസത്തിന് പോലും കേരളത്തിൽ, സംസ്ഥാനത്തിൽ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ നിൽക്കാത്തൊരവസ്ഥയാണ്. അവരെല്ലാം കേരളം വിട്ടുപോകുന്നു, വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. ഇന്ത്യയിലുമല്ല, വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നൊരവസ്ഥയാണ്. ആ അവസ്ഥ കൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ചെറുപ്പക്കാരില്ലാത്തത്. അതാണ് യഥാർത്ഥത്തിൽ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞ് സമരം നടത്തുവാൻ കേരളത്തിൽ ആളില്ലാത്തത്.
അത് വികലമായ വിദ്യാഭ്യാസ സമ്പ്രദായം. പിണറായി വിജയന്റെ വികലമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പരിണിത ഫലമാണ് ഇന്ന് വിദേശങ്ങളിലേക്ക് പലായനം ചെയ്തുകൊണ്ട് ഇന്ന് കേരളത്തിലെ കുടുംബങ്ങളിൽ മക്കളില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നത്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത്. ഇവിടെ തെറ്റായ ചില ചർച്ചകൾ ഉണ്ടാക്കി വെച്ചു. കാതലായ വിഷയങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുകൊണ്ട് തെറ്റായ രീതിയിൽ അപ്പോൾ കാണുന്ന വിഷയങ്ങളെ ഉയർത്തിപ്പിടിച്ച് ആ കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വിഷയങ്ങൾ എടുത്തിട്ടുകൊണ്ട് കഴിഞ്ഞ 9 വർഷക്കാലം അധികാരത്തിലിരിക്കുന്ന ഒരു സർക്കാരിന്റെ കെടുകാര്യസ്ഥയെ മറയ്ക്കുവാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നത്. അത് നാം തിരിച്ചറിയുന്നുണ്ട്. ഈ രാഷ്ട്രീയ സാഹചര്യത്തെ പറ്റിയും കേരളത്തിലെയും കേന്ദ്രത്തിലെയും നമുക്കറിയാം, ഇന്ന് കേന്ദ്രത്തിലെ സർക്കാരിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ. അത് PM-ശ്രീ പദ്ധതി അടക്കമുള്ള പദ്ധതികൾ കേരളത്തിലെ ഒട്ടേറെ വിഷയങ്ങളിലുള്ള ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ് RSSമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾക്കറിയാം, കേരളത്തിലെ പൊതുവായ ഇടതുപക്ഷത്തിനെതിരായ ഒട്ടേറെ വിഷയങ്ങളിൽ ബി ജെ പി നടിക്കുന്ന കുറ്റകരമായ മൗനം, അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് BJP കേരള സർക്കാരിനെതിരെ ഒരു നിലപാടെടുക്കാതെ RSSകാരുമായി സന്ധി ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടായിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു? ഇതെല്ലാം കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നതിന് കേരളത്തിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ അനുവർത്തിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു സ്ഥാനാർത്ഥികളുടെ മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇതിനെപ്പറ്റി ദീർഘമായി സംസാരിക്കാൻ നമ്മുടെ ആദരണീയരായ MP നേതാക്കന്മാരുണ്ട്. അവർ അതിനെപ്പറ്റി വിശദമായി സംസാരിക്കും. എന്റെ കടലിൽ എന്ന് പറയുന്നത് ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷന്റെ ചുമതലയുള്ള ശ്രീ AR റിയാസ് അവരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മുടെ എല്ലാ അഭിമാനമായ ഇന്ത്യയുടെ ഏറ്റവും നല്ല പാർലമെന്റ് അംഗമെന്ന് നിരവധി പുരസ്കാരം ലഭിച്ച നമ്മുടെ നാട്ടിൽ വികസനം, ഇന്ത്യയിലെ ജനങ്ങളുടെ കാതലായ വിഷയങ്ങളിൽ ഇന്ത്യൻ പാർലമെന്റിൽ വളരെ ശക്തമായ വാദങ്ങൾ ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ അത് പറഞ്ഞാൽ ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധിക്കുന്ന ഒരു ശബ്ദമാണ് നമ്മുടെ MP. അദ്ദേഹത്തിന്റെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ അനുഗ്രഹം തീർച്ചയായും നമ്മുടെ ഈ സ്ഥാനാർത്ഥികൾ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള വാർഡുകൾ ഉൾപ്പെടെയുള്ള ബ്ലോക്കുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും തീർച്ചയായും അനുഗ്രഹമായി തീരും. അദ്ദേഹത്തെ അങ്ങേയറ്റം ആദരവോടുകൂടി ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തുച്ഛമായ വോട്ടുകൾക്ക് നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മൾക്കറിയാം, അപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം UDFന് എതിരായി. തീർച്ചയായും ഇത്തവണ നമുക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് നമുക്കറിയാം, കോടിക്കണക്കിന് രൂപയുടെ വികസന ഫണ്ടാണ് ഒരു ജില്ലാ പഞ്ചായത്ത് വഴി വർഷവും നടപ്പിലാക്കുന്നത്. ഇവിടെ കഴിഞ്ഞ 5 വർഷമായ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ നടപ്പിലാക്കിയ വികസന പരിപാടികൾ, അതിന്റെ പിന്നാമ്പുറത്ത് നടന്നുള്ള കഥകളെല്ലാം നമുക്കറിയാം. അത്തരത്തിൽ അഴിമതികൾ ഉണ്ടാവാതെ നല്ല രീതിയിൽ നാട്ടിൽ വികസനം നടത്തുന്ന, അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർക്ക് സഹായകരമായ രീതിയിൽ ആ നാട്ടിലെ വികസനത്തിന് പിൻബലമേകുന്ന ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറെയാണ് നമുക്ക് അനിവാര്യമായിട്ടുള്ളത്. അത്തരത്തിൽ പ്രവർത്തിക്കാൻ ശ്രീമതി ഗോപിക റാണി കൃഷ്ണയ്ക്ക് കഴിയും. അവർക്ക് അതിനുള്ള പിൻബലമുണ്ട്, അനുഭവ സമ്പത്തുണ്ട്. നേരത്തെ ത്രിതല പഞ്ചായത്തിൽ പ്രവർത്തിച്ച് മികവ് തെളിയിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ശ്രീമതി ഗോപിക റാണി കൃഷ്ണ എന്തുകൊണ്ടും അതിനർഹയാണ്. അവരെ ആദരപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കുന്ന, ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കുന്ന, ഇട്ടിമയിൽ നിന്ന് മത്സരിക്കുന്ന നമ്മുടെ മുതിർന്ന നേതാവ് ശ്രീ മണ്ണൂർ ബാബു അവരെ ഞാൻ ആദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതിച്ചു. അതുപോലെ തന്നെ നമ്മുടെ നിലമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നമ്മുടെ ഇളവക്കോട് ഡിവിഷനിൽ സ്ഥിര താമസമുള്ള നമ്മുടെ ഇവിടുത്തെ ഒരു വോട്ടർ കൂടിയായിട്ടുള്ള ശ്രീമതി വിനീത ശങ്കറിനെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിരവധി തവണ നിലമേൽ ഗ്രാമപഞ്ചായത്തിൽ അംഗമായിരുന്നുള്ള വളരെ പരിചയമുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് അംഗം എന്നുള്ളത് മികവാർന്ന പ്രവർത്തനം നടത്തിയിട്ടുള്ള ശ്രീമതി ജയശ്രീയാണ് ചടയമംഗലം ഡിവിഷനിലെ നമ്മുടെ സ്ഥാനാർത്ഥി, ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി. ആ ജയശ്രീയെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്നും നിലമേൽ, കടക്കൽ, ഇട്ടിവ, ചടയമംഗലം ഈ പഞ്ചായത്തുകളിൽ നിന്നും ഈ ഡിവിഷനിൽ മത്സരിക്കുന്ന ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സ്ഥാനാർത്ഥികളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാര്, അതുപോലെ തന്നെ UDFന്റെ പ്രമുഖ നേതാക്കന്മാർ ശ്രീ മഞ്ഞപ്പാറ സലീം, ശ്രീ മണത്തിൽ മോഹനമുള്ള, ശ്രീ ഇളമാട് ഗോപി അടക്കമുള്ള നേതാക്കന്മാരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തത് മുൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരും
മണ്ഡലം പ്രസിഡന്റുമാരുകൾ ഉൾപ്പെടെയുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ MP NK പ്രേമേന്ദ്രൻ സംസാരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ, ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷന്റെ കോർഡിനേറ്റർ കൂടിയായ ശ്രീ AR നിഷാദ്, സ്വാഗതം ആശംസിച്ചുകൊണ്ട് സംസാരിച്ച UDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ VO സാജൻ, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി, ഇവിടെ സാജൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചപ്പോൾ നേരിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ ജില്ലാ പഞ്ചായത്ത് സീറ്റ് നമുക്ക് നഷ്ടപ്പെട്ട, ഇപ്പോൾ അത് വീണ്ടെടുക്കുന്നതിന് വേണ്ടി UDF അഭിമാനബോധത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥി ശ്രീമതി ഗോപിക റാണി കൃഷ്ണ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷന്റെ കീഴിൽ വരുന്ന 7 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ 3 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥികൾ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഒന്ന് തുടയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കുന്ന ശ്രീ മണ്ണൂർ ബാബു, ഇളവക്കോട് ഡിവിഷനിൽ മത്സരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കുന്ന ശ്രീമതി വിനീത, ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കുന്ന ശ്രീമതി ശ്രീലത, അതുപോലെ ചടയമംഗലം, നിലമേൽ, ഇട്ടിവ, കടക്കൽ പഞ്ചായത്തുകളിൽ UDFന്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന മത്സരാർത്ഥികൾ, മുന്നണിയുടെ മറ്റ് നേതാക്കൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇതൊരു ഔപചാരികമായ ചടങ്ങ് മാത്രമാണ് സത്യത്തിൽ ഈ കൺവെൻഷൻ. നിങ്ങൾക്കെല്ലാം അറിയാം, പഞ്ചായത്ത് തല കൺവെൻഷനുകളും വാർഡ് തല കൺവെൻഷനുകളും നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജില്ലാ പഞ്ചായത്ത് തല കൺവെൻഷൻ ഒരു ഔപചാരികമായ കൺവെൻഷൻ എന്ന നിലയിൽ കൂടി ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്നതിനും ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ഒരു തെരഞ്ഞെടുപ്പ് സംഘടനാ സംവിധാനവും ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായും ജില്ലാ പഞ്ചായത്ത് കൺവെൻഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനകം തന്നെ നിലമേൽ പഞ്ചായത്ത് കൺവെൻഷനും, വെട്ടിവ പഞ്ചായത്ത് കൺവെൻഷനും, കടക്കൽ പഞ്ചായത്ത് കൺവെൻഷനും ഇതിനകം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതിൽ നിലമേൽ കൺവെൻഷനിലും വെട്ടിവായിലും കടക്കലും ഒക്കെ ഞാൻ പങ്കെടുത്തതാണ്. ചടയമംഗലം പഞ്ചായത്ത് തല കൺവെൻഷൻ നടന്നു എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഈ 4 പഞ്ചായത്തുകളിലായി 63 വാർഡുകളിൽ നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഗോപിക റാണി കൃഷ്ണ മത്സരിക്കുകയാണ്. ഇപ്പൊ 63 വാർഡുകൾ എന്ന് പറയുമ്പോൾ ഒരു മണ്ഡലത്തിന്റെ അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ നേർപകുതിയിലധികം വരും. ഒരു ശ്രമകരമായ പ്രവർത്തനമാണ് ഒരു ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ വിജയം. ഈ തെരഞ്ഞെടുപ്പിൽ ഉറപ്പുവരുത്തുക എന്നുള്ളത് ശ്രമകരമായ പ്രവർത്തനമാണ്. പക്ഷെ ഒരു ഏകോപനം ഉണ്ടെങ്കിൽ, അതാണ് ഈ കൺവെൻഷന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. നമ്മൾ ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളും ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയും തമ്മിൽ പ്രവർത്തനത്തിൽ ഒരു ഏകോപനം സാധ്യമാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വളരെ ലളിതമാക്കാൻ കഴിയും, വളരെ അനായാസകരമാക്കി മാറ്റാൻ കഴിയും എന്നാണ് എന്റെ വിശ്വാസം. ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലും ഗ്രാമപഞ്ചായത്തിൽ മത്സരിച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, ഈ 3 വോട്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഗ്രാമം, ബ്ലോക്ക്, ജില്ല, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥി അച്ചടിക്കുന്ന മുഴുവൻ നോട്ടീസിലും ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി അടിക്കുന്ന മുഴുവൻ നോട്ടീസിലും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ പടവും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ പേരും കൂടി ചേർത്താൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ പ്രവർത്തനത്തിന്റെ പകുതി കഴിഞ്ഞു. ഇപ്പോ ഉദാഹരണത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥി ശ്രീ മണ്ണൂർ ബാബു, അദ്ദേഹം തുളയന്നൂർ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നു. അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന നോട്ടീസിന്റെ അവസാനം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന ഗോപിക റാണിയുടെ ചിത്രവും ചിഹ്നവും പേര് അച്ചടിക്കുമ്പോൾ പകുതി ജോലി, ആ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലെ പകുതി ജോലി
മണ്ണൂർ ബാബുവിന്റെ അഭ്യർത്ഥനയോട് തന്നെ സാക്ഷാത്കരിക്കാൻ കഴിയും. അപ്പൊ 7 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥികളും അവരുടെ സ്ഥാനാർത്ഥിയുടെ വ്യക്തിഗതമായ അഭ്യർത്ഥനയുടെ അവസാനം ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയും ചിത്രവും ചിഹ്നവും വെച്ച് നോട്ടീസ് അച്ചടിച്ച് അത് വീടുകളിൽ എത്തിക്കുകയും വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്താൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സംഘടനാപരമായ ഏകോപനം അതിലൂടെ സാധ്യമാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥിക്കും ചെയ്യാം. തങ്ങളുടെ വാർഡിൽ ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി, തങ്ങളുടെ വാർഡിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി, ആ ഗ്രാമപഞ്ചായത്ത് വാർഡ് സ്ഥാനാർത്ഥിയുടെ അടിയിൽ പേരും ചിഹ്നവും മാത്രം എഴുതിയാൽ മതി. ഫോട്ടോയിൽ വെച്ചാൽ അത്രയും നന്ന്. അപ്പൊ അങ്ങനൊരു ഏകോപനം ഉണ്ടാകണമെങ്കിൽ അതിനൊരു സംഘടനാപരമായ സംവിധാനം ഉണ്ടാകണം. ഇത് തന്നെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനമാണെങ്കിൽ പോലും ഇത് 2 ബ്ലോക്കാണ്. ഇതിപ്പോ ചടയമംഗലം, അതുപോലെ നിലമേൽ, കടയ്ക്കൽ, കുട്ടിവായ എന്നീ 4 പഞ്ചായത്തുകളിൽ 63 വാർഡുകൾ ഉൾപ്പെടുന്നതാണ്. ചടയമംഗലത്തെ 16, നിലമേൽ 14, ഇട്ടിവ പഞ്ചായത്തിലെ 22, കടയ്ക്കൽ പഞ്ചായത്തിലെ 11. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് 63 വാർഡുകൾ വരുമ്പോൾ ഒരു ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് 63 വാർഡുകളിൽ ഓടിയെത്തുക അസാധ്യമാണ്. വീടുകൾ കയറാൻ കഴിയില്ല. പക്ഷെ ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥി 3, 4, 5 പ്രാവശ്യം നിങ്ങൾ ഭവന സന്ദർശനം നടത്തും. അതിന് മുന്നണി പ്രവർത്തകരുടെ സഹായത്തോടുകൂടി സ്ഥാനാർത്ഥി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് നല്ല രൂപത്തിൽ ഭവന സന്ദർശനം നടത്തുമ്പോൾ അവിടെ എല്ലാം ഒറ്റ വോട്ടല്ല ചോദിക്കേണ്ടത്. നമ്മളൊരു രാഷ്ട്രീയ പോരാട്ടത്തിലാണ്. നമ്മൾ വ്യക്തി എന്ന നിലയിൽ എനിക്ക് ജയിക്കാൻ വേണ്ടിയിട്ടല്ല, ഞാനും എന്നോടൊപ്പം ഞാൻ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനവും ആ പ്രസ്ഥാനം ഉൾക്കൊള്ളുന്ന മുന്നണിയും ആ മുന്നണി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയവും ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം. അങ്ങനെ ജയിച്ചാലേ 2025 പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അഭിമാനകരമായ മുന്നേറ്റം 2025 അപേക്ഷിച്ച് അഭിമാനകരമായ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ആർജിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിൽ, പ്രതീക്ഷിക്കുന്ന നിലയിൽ 100-ൽ കുറയാത്ത സീറ്റ് വാങ്ങി കേരളത്തിൽ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി, UDFന്റെ ഒരു ഗവൺമെന്റ് കേരളത്തിന് അധികാരത്തിൽ വരും. അതാണ് നമ്മുടെ ഫൈനൽ ടാർഗറ്റ്. അതാണ് നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ ശ്രീ VO സാജൻ സൂചിപ്പിച്ചത്. കേവലം പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കൊണ്ട് മാത്രം ഈ ജനകീയ യുദ്ധം അവസാനിക്കുന്നില്ല. അന്തിമ യുദ്ധം 2026 ഏപ്രിൽ മെയ് മാസത്തിലാണ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കൂടുതൽ ഉന്മേഷത്തോടെ, കൂടുതൽ ഊർജിതമായി ആ പ്രവർത്തനങ്ങളിൽ കൂടുതൽ പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഈ പ്രാവശ്യം നല്ല ജനകീയ മുന്നേറ്റം UDFനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയേ മതിയാവൂ. അതിന് പക്വമായ രാഷ്ട്രീയ അന്തരീക്ഷം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നു. സംഘടനാപരമായി പരിശോധിച്ചാൽ 2020-നേക്കാൾ ചടയമംഗലം പഞ്ചായത്തിലടക്കം ബഹുദൂരം മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഏറ്റവും വലിയ പരാജയം സംഭവിച്ച പഞ്ചായത്തുകളിൽ ഒന്നാണ് ചടയമംഗലം ഗ്രാമപഞ്ചായത്ത്. അവിടെയും സംഘടനാപരമായി വളരെ മെച്ചപ്പെട്ട നിലയിലേക്ക് പോകാൻ ഈ പ്രാവശ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ 16 സ്ഥാനാർത്ഥികളെയും നേരത്തെ യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് അനൗപചാരികമായി പരിചയപ്പെടാനുള്ള അവസരമുണ്ടായി. നല്ല മികവും കഴിവും അനുഭവ സമ്പത്തുമുള്ള നല്ല മികവാർന്ന സ്ഥാനാർത്ഥികളെയാണ് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ 16 വാർഡുകളിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികളായി ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റുരക്കപ്പെടുന്ന മത്സരത്തിൽ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നത്. അപ്പൊ ആ 16 സ്ഥാനാർത്ഥികൾ അതുപോലെ ഇട്ടിവ ഗ്രാമപഞ്ചായത്തിലും കടക്കൽ ഗ്രാമപഞ്ചായത്തിലും അതോടൊപ്പം തന്നെ നിലമേൽ ഗ്രാമപഞ്ചായത്തിലും ഒക്കെയുള്ള ആ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെയും അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും ഒക്കെ അഭിമാനകരമായ വിജയം കൈവരിച്ചാൽ അതിന്റെ പ്രതിഫലനം ഒരു സംശയവും വേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം 2020-നേക്കാൾ ഏറ്റവും മെച്ചപ്പെട്ട പെർഫോമൻസ് 2025 ത്രിതല പഞ്ചായത്ത് സമിതി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണം. അതുണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത്. നാളെ ഡിസംബർ മാസം 9-നാണ് തെരഞ്ഞെടുപ്പ്.
കഷ്ടിച്ച് 8 ദിവസങ്ങളാണ് ഇനി നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ആ 8 ദിവസം എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പുകൾ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിലോ സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിലോ അതുമായി ബന്ധപ്പെട്ട എന്തുണ്ടെങ്കിൽ പോലും അതെല്ലാം മാറ്റിവെച്ച് ഒരു മനസ്സോടെ ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്രപരമായ രാഷ്ട്രീയ ദൗത്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം എന്ന കാഴ്ചപ്പാടോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ സജ്ജമായി രംഗത്തിറങ്ങാൻ നമുക്ക് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഉറപ്പു നൽകുന്നു, തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും തിളക്കമാർന്ന വിജയം UDF കൈവരിച്ചത് 2010-ലാണ്. അന്നേരം 60% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണം അത് UDF-ന് കിട്ടി. ഇപ്പൊ അതിന് പക്വമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം രൂപപ്പെട്ടിട്ടുണ്ട്. സംഘടനാപരമായി നമ്മൾ അങ്ങ് ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർക്കറിയാം, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 2 വർഷങ്ങൾക്ക് മുമ്പ് കൽപ്പറ്റയിൽ, വയനാട് ജില്ലയിൽ കൽപ്പറ്റയിൽ ചേർന്ന കോൺഗ്രസിന്റെ കോൺക്ലേവിൽ തീരുമാനിച്ചതാണ് മിഷൻ 2025, മിഷൻ 2026. 2025 ദൗത്യം 2026 ദൗത്യം, 2025 ദൗത്യം 2010-ലേതുപോലെ 60%-ലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിജയമരപ്പെട്ട് ഉറപ്പിക്കുക എന്ന ചരിത്രപരമായ ദൗത്യം 2026-ൽ 2001-ലേതുപോലെ 100-ൽ കുറയാത്ത സീറ്റ് വാങ്ങി കേരളത്തിൽ ഒരു പുതിയ ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവരിക. ആ 2 ചരിത്രപരമായ രാഷ്ട്രീയ ദൗത്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായ പരിശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ മുഴുവൻ മുന്നണി പ്രവർത്തകരും കർമ്മനിരതരായി രംഗത്തിറങ്ങണമെന്ന് വിനയപുരസ്സരം ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. നമ്മുടെയൊക്കെ അഭിമാനത്തിന്റെ പോരാട്ടമാണ്. കേരള രാഷ്ട്രീയത്തിൽ, ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. മാത്രവുമല്ല, 10 വർഷക്കാലത്തെ CPM-ന്റെ നേതൃത്വത്തിൽ, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ജനവിരുദ്ധ ഭരണത്തിന്റെ ദുരന്ത ഫലം അനുഭവിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. ആ ജനങ്ങൾ ഈ ഗവൺമെന്റ് മാറണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ കേരളത്തിലെ ജനങ്ങൾ സന്നദ്ധമാണ്. നമ്മളതിന് തയ്യാറാണോ എന്നുള്ളത് മാത്രമാണ് ജനങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം. പക്ഷെ ഈ പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇതിനകം തന്നെ നമ്മൾ നമ്മുടെ പ്രവർത്തനത്തിനുള്ള സന്ദേശം നൽകി. ഐക്യ ജനാധിപത്യ മുന്നണി ആ ചരിത്രപരമായ ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നതിന്റെ സൂചനയാണ് 2020-ൽ നിന്ന് വ്യത്യസ്തമായി റിബലുകൾ, വിമത സ്ഥാനാർത്ഥികൾ തുച്ഛം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ചടയമംഗലം പഞ്ചായത്തിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ അവസ്ഥയെ കുറിച്ചൊന്നും ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നില്ല. അതൊന്നും എത്രയോ മാറി. അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്, UDF കൂടുതൽ ഐക്യപ്പെട്ട് സംഘടനാപരമായ അടിത്തറ വിപുലീകരിച്ച് മെച്ചപ്പെട്ട നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ വേണ്ടി സജ്ജമായിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും നല്ല സന്ദേശമാണ്. രാഷ്ട്രീയമായി ഇത് നല്ലതുപോലെ CPM-ന് അറിയാം. 10 വർഷക്കാലത്തെ ജനവിരുദ്ധ ഭരണത്തിലൂടെ അവമതിപ്പ് മാത്രം കൈമുതലായിട്ടുള്ള ഒരു ഗവൺമെന്റ് അവസാന അളവുമായി എന്ന നിലയിലാണ് നിങ്ങളെല്ലാം സമീപ ദിവസങ്ങളിൽ പത്രങ്ങളിൽ വായിച്ചു. ഒരിക്കലും തിരിച്ച് അധികാരത്തിൽ വരില്ല എന്ന് തീർച്ചയായപ്പോഴാണ് പിണറായി വിജയൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് 10,000 കോടി രൂപയുടെ അധികക്ഷേമ ആനുകൂല്യം. വാർഡ് മെമ്പർമാരോട് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ വീടുകളിൽ പോയി നോട്ടീസ് കൊടുത്ത് വന്നാൽ പോരാ, വീട്ടുകാരുമായും സ്ത്രീകളുമായും വീട്ടമ്മമാരുമായും സംവദിക്കണം, ആശയവിനിമയം നടത്തണം, നല്ലതുപോലെ അവരെ ബോധവൽക്കരിക്കാൻ കഴിയണം. ഇപ്പൊ എന്താ പ്രഖ്യാപനം? 1,600 രൂപയുടെ പെൻഷൻ 2,000 രൂപയായി വർദ്ധിപ്പിക്കും. ആശാ വർക്കേഴ്സിന് ഓണറേറിയം 1,000 രൂപ കൊണ്ട് വർദ്ധിപ്പിക്കും. അംഗൻവാടി വർക്കേഴ്സിനും ഹെൽപ്പേഴ്സിനും ഓണറേറിയത്തിൽ വർധനവ്. വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് 1,000 രൂപയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി. തൊഴിൽ രഹിതരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് സ്കോളർഷിപ്പ്. ഞാൻ ചോദിക്കട്ടെ, ഈ 10 വർഷം അധികാരത്തിൽ ഇരുന്നപ്പോൾ അതെന്തിന് 2001-ൽ നിങ്ങൾ പുറത്തിറക്കിയ പ്രകടനപത്രികയിൽ എന്താ പറഞ്ഞത്? 2021-ൽ പറഞ്ഞത് ഞങ്ങൾ കേരളത്തിൽ 2ാമത് പ്രാവശ്യവും LDF അധികാരത്തിൽ വന്നാൽ 1,600 രൂപയുടെ പെൻഷൻ 2,500 രൂപയായി
വർദ്ധിപ്പിക്കുമെന്നാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് മാനിഫെസ്റ്റോയിലൂടെ ഉറപ്പ് നൽകിയത്. 5 വർഷം 5 ധനബഡ്ജറ്റുകൾ അവതരിപ്പിച്ചില്ലേ? 5 പൈസ പെൻഷന്റെ കാര്യത്തിൽ കൂട്ടിയോ? ഇപ്പൊ 2025 അധികാരം തീർന്ന് 9.25 വർഷം കഴിഞ്ഞ് ഭരണകാലാവധി പൂർത്തീകരിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോ 400 രൂപയുടെ വർധനവ് പ്രഖ്യാപനം. ഇത് 2021 മുതൽ കിട്ടിയിരുന്നെങ്കിൽ എന്തുമാത്രം തുക കേരളത്തിലെ ജനങ്ങൾ കിട്ടേണ്ടതായിരുന്നു. അപ്പൊ ശുദ്ധമായ തട്ടിപ്പല്ലേ. സ്ത്രീ സുരക്ഷാ പദ്ധതി 1000 രൂപ. ആ സ്ത്രീ സുരക്ഷാ പദ്ധതി ഇപ്പോ കേൾക്കുമ്പോ APL വിഭാഗത്തിനില്ല, തൊഴിലുറപ്പ് തൊഴിലാളികൾക്കില്ല, മറ്റേതെങ്കിലും സാമൂഹിക ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കില്ല. ഫലത്തിൽ ഏറ്റവും പക്ഷേ ഇപ്പൊ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് AKG സ്വന്തത്തിന് ലഭിച്ചിരിക്കുന്ന സർക്കുലർ, ഇവിടെയൊക്കെ ഫോറം വിതരണം നടക്കുന്നുണ്ടാകുമെന്നാണ് വിശ്വാസം. സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഫോറം APL എന്നോ BPL എന്നോ നോക്കാതെ എല്ലാവർക്കും കൊടുത്ത് പൂരിപ്പിച്ച് തിരിച്ചു വാങ്ങിക്കുക. 1000 രൂപ ക്രമത്തിൽ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ കൊടുക്കുക. പണം കൊടുക്കുന്നത് പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ കഴിഞ്ഞിട്ടല്ലേ കൊടുക്കാൻ പറ്റും. അപ്പൊ ജനങ്ങളിൽ പ്രതീക്ഷയുണ്ടാക്കി പ്രത്യാശ സൃഷ്ടിച്ച് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ പേരിൽ വലിയ വ്യാമോഹ വലയം സൃഷ്ടിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളുടെയും കുടുംബങ്ങളുടെയും വോട്ട് നേടാൻ കഴിയുമോ എന്നുള്ളതാണ് അടർന്നയം. അതാണ് യുവാക്കളുടെ സ്കോളർഷിപ്പ്. നിങ്ങൾക്കറിയാം, 281 ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സ് സമരം ചെയ്തപ്പോ 5 രൂപ കൂട്ടിക്കൊടുക്കാൻ ഈ പിണറായി വിജയൻ ഗവൺമെന്റ് തയ്യാറായില്ല. ഇപ്പൊ പ്രതിമാസം 1000 രൂപയുടെ വർധനവ് പ്രഖ്യാപിക്കുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സിനെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകി മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ അടവ് നയമാണ് എന്ന കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയണം. പക്ഷെ ഒരു കാര്യം അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പൊ എന്താ ചെയ്താൽ കൊടുക്കാൻ ഖജനാവിൽ കാശില്ല. ഖജനാവിൽ പൂച്ച വെച്ച് കിടക്കുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ അടിയന്തര ശസ്ത്രക്രിയ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സർജിക്കൽ ഉപകരണങ്ങൾ വാങ്ങാൻ പോലും ഖജനാവിൽ പണമില്ല. മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വാങ്ങിയിട്ടുള്ള മരുന്നുകളുടെ പണം കൊടുക്കാൻ കാശില്ല. എത്ര പേരാണ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ സർജറി നടക്കാതെ മരിക്കുന്നത്? ചവറയിൽ, എടപ്പള്ളി കോട്ടയിൽ വേണു എന്ന് പറയുന്ന 49 വയസ്സുള്ള ദളിത വിഭാഗത്തിൽപ്പെട്ട, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 49 വയസ്സുള്ള 2 പെൺമക്കളുള്ള വേണു 5 ദിവസമാണ് ജില്ലാ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു. അടിയന്തര ഹൃദയ ശസ്ത്രക്രിയ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വേണമെന്ന് റെഫർ ചെയ്തത്. 5 ദിവസം കിടന്നു ആശുപത്രിയിൽ. ബെഡ് കിട്ടിയില്ല. നിലത്ത് ഷീറ്റ് വിരിച്ചാണ് കിടന്നത്. ഒരു പരിരക്ഷയും ഒരു ചികിത്സയും കിട്ടിയില്ല. 5ാമത്തെ ദിവസം വേണു തന്റെ സുഹൃത്തിനോട് മൊബൈൽ ഫോണിലൂടെ ഓഡിയോ സന്ദേശത്തിലൂടെ പറഞ്ഞു, പ്രിയ സുഹൃത്തെ, എനിക്ക് വല്ലാതെ തലച്ചിട്ടുള്ളൂ, വല്ലാത്ത നെഞ്ചുവേദന അനുഭവപ്പെടുന്നു, ഞാൻ മരിക്കുമോ എന്ന് ഭയക്കുന്നു, ഞാൻ വന്നിട്ട് 5 ദിവസമായി, അടിയന്തര ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിട്ടാണ് എന്നെ കൊണ്ടുവന്നത്, ഒരു ചികിത്സയും പരിരക്ഷയും എനിക്ക് ലഭിക്കുന്നില്ല, ഒരുപക്ഷെ ഞാൻ ഈ ആശുപത്രിയുടെ നിലത്ത് കിടന്ന് മരിക്കും. നീ ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്യണം. ഏതെങ്കിലും കാരണവശാൽ ഞാൻ മരിച്ചാൽ എന്റെ മരണത്തിന് ഉത്തരവാദി മെഡിക്കൽ കോളേജ് അധികൃതരും ഈ സംസ്ഥാന സർക്കാരുമാണ് എന്ന കാര്യം ഈ ഓഡിയോ സന്ദേശത്തിലൂടെ നീ ലോകത്തെ അറിയിക്കണം. 6ാമത്തെ ദിവസം രാവിലെ വെളുപ്പിന് ആ പാവപ്പെട്ടവൻ മരിക്കുന്നു. ഇതൊരൊറ്റപ്പെട്ട സംഭവമാണ് കേരളത്തിൽ. വണ്ടാനം മെഡിക്കൽ കോളേജിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, കോട്ടയം മെഡിക്കൽ കോളേജിൽ പൊതുജനാരോഗ്യ രംഗം അനാഥമായി മാറിക്കഴിഞ്ഞു. അരാജകാവസ്ഥയാണ് പൊതുജനാരോഗ്യ മേഖലയിൽ. കാരണം എന്താണ്? ഡോക്ടർ ഹാരിസ് പറഞ്ഞില്ലേ, അനുദിനം ശസ്ത്രക്രിയകൾ, അടിയന്തര പ്രാധാന്യമുള്ള ശസ്ത്രക്രിയകൾ മാറ്റിവെക്കുന്നു, അനന്തമായി മാറ്റിവെക്കുന്നു. സർജറി നടത്താൻ ആവശ്യമായിട്ടുള്ള സർജിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല. ഇതാണ് കേരളത്തിന്റെ സ്ഥിതി. പെൻഷൻ കൊടുക്കാൻ പണമില്ല, ശമ്പളം കൊടുക്കാൻ പണമില്ല. 6 ലക്ഷം കോടി രൂപയുടെ
ഖജനാവ് കാലിയായിരിക്കുമ്പോ 10,000 കോടി രൂപയുടെ അധികാനുകൂല്യ പ്രഖ്യാപനം തട്ടിപ്പാണ്. പക്ഷേ ഈ ഏപ്രിൽ വരെ എഴുതി വെച്ച ഏപ്രിൽ വരെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കൊടുക്കും. എങ്ങനെ കൊടുക്കുമെന്ന് ചോദിച്ചാൽ മുഴുവൻ സർവീസ് സഹകരണ ബാങ്കുകളുടെയും പ്രസിഡന്റുമാരോട് കേരള ബാങ്ക് മുഖാന്തരം ആവശ്യപ്പെട്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് 2,000 കോടി രൂപ കളക്ട് ചെയ്തെത്തിക്കാൻ. ആ 2,000 കോടി രൂപ ഉപയോഗിച്ച് ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, നവംബർ, ഡിസംബർ 6 മാസം 6,000 രൂപ വീട്ടിലെത്തിക്കും. സ്വാഭാവികമായും ജനങ്ങളുടെ മനസ്സിൽ ഒരു അനുഭവം ഉണ്ടാകും. ആരാ എത്തിക്കുന്നത്? സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറും ജീവനക്കാരും കൂടി. പിണറായി വിജയൻ കൊടുത്തയച്ചതാണ് കൊടുക്കും. അതുകൊണ്ട് ജാഗ്രത വേണം, സൂക്ഷ്മത വേണം. ഞാൻ ഒറ്റ കാര്യം അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ അധിക സാമ്പത്തികാനുകൂല്യ പ്രഖ്യാപനവും ഈ പണവും കൊടുത്ത് ഈ 10 വർഷം നടത്തിയ അഴിമതി, വെള്ളക്കരം 3 ഇരട്ടി വർദ്ധിപ്പിച്ചു, കറണ്ട് ചാർജ് 3 പ്രാവശ്യം വർദ്ധിപ്പിച്ചു, ബസ് ചാർജ് 2 പ്രാവശ്യം വർദ്ധിപ്പിച്ചു, ഭൂനികുതി വർദ്ധിപ്പിച്ചു, കെട്ടിട നികുതി വർദ്ധിപ്പിച്ചു, പെട്രോളിന് സെസ് ഏർപ്പെടുത്തി, ഡീസലിന് സെസ് ഏർപ്പെടുത്തി, അതുപോലെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചു. ഏറ്റവും കൂടുതൽ അധിക സാമ്പത്തിക ബാധ്യതയും ഭാരവും ജനങ്ങളുടെ തലയിൽ ചുമലിൽ അടിച്ചേൽപ്പിച്ചതിന് ശേഷം 10ാം വർഷം ഇറങ്ങാൻ നേരത്ത് സാമ്പത്തിക ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു കൊടുത്ത് ആ അഴിമതിയും സ്വജനപക്ഷപാതവും പിടുക്കുകേടും കെടുകാര്യസ്ഥതയും മറച്ചുവെച്ച് അതിജീവിച്ചുകൊണ്ട് ജനമനസ്സിനെ സ്വാധീനിച്ച് അധികാരത്തിൽ വരാനാണ് CPM-ന്റെ നേതൃത്വത്തിൽ ഇടത് ജനാധിപത്യ മുന്നണി എന്ന് പരിശ്രമിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ നമുക്ക് ഈ അവസരത്തിൽ കഴിയണം. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിനകത്ത് പ്രചോദനമായത് എന്താണെന്ന് ചോദിച്ചാൽ 2021 കോവിഡ് കാലയളവിൽ കിറ്റ് തോട്ടു വാങ്ങിയാണ് തുടർ ഭരണം സാധ്യമാക്കിയത്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ലാഭിൽ നിന്ന് ചക്ക വീണപ്പോ മുയൽ ചത്തു എന്ന് പറഞ്ഞ് എപ്പോഴും ചക്ക വീഴുമ്പോ മുയൽ ചാകണമെന്നില്ല. ഈ പ്രാവശ്യം കേരളം അത് തെളിയിക്കും. ഇതിനെ അതിജീവിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി അത്യുജ്വലമായ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ഈ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും നേടിയെടുക്കും. 2, നിങ്ങൾക്കറിയാം, BJP-യുമായിട്ടുള്ള അവിഹിത രാഷ്ട്രീയ ബന്ധം വിശദീകരിച്ചാൽ സമയമെടുക്കും. വളരെ വ്യക്തമായ ധാരണയാണ് BJP, കോൺഗ്രസ്. അതായിരുന്നു പിണറായി വിജയനും അമിത്ഷായും തമ്മിൽ ഒക്ടോബർ 9 ഡൽഹി അമിത്ഷായുടെ വസതിയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ച. കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി UDF-നെ അപ്രസക്തമാക്കിയ ഒരിക്കൽ കൂടി കോൺഗ്രസ് UDF കേരളത്തിൽ 2026 അധികാരത്തിൽ വന്നില്ലെങ്കിൽ കോൺഗ്രസ് ദുർബലപ്പെടും, UDF അപ്രസക്തമാകും, തൽസ്ഥാനത്തേക്ക് BJP-ക്ക് കടന്നു വരാം. ഇതാണ് BJP സ്ട്രാറ്റജി, CPM-ന്റെ ധാരണ. ഇത് തിരിച്ചറിയാൻ മതേതര ജനാധിപത്യ ബോധമുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും കഴിയണം. ആ അവിഹിതമായ ധാരണയെ ഒളിച്ചെടുക്കാൻ, അതിനെ അതിജീവിക്കാൻ ഈ കാലഘട്ടത്തിൽ കഴിയണം. സ്വർണ്ണ കൊള്ള ശബരിമലയുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ലോക ചരിത്രത്തിൽ ദശലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ശബരിമല സന്നിധാനത്ത് ശ്രീകോവിലിന് മുന്നിൽ, അയ്യപ്പസ്വാമിയുടെ ശ്രീകോവിലിന് മുന്നിൽ സ്ഥാപിതമായിട്ടുള്ള ദ്വാരപാലക ശില്പവും ശ്രീകോവിലിന്റെ വാതിൽപ്പടിയും കട്ടളപ്പടിയും സ്വർണം പൊതിഞ്ഞത് കൊണ്ടുപോയി ഇളക്കി മാറ്റി ചെമ്പ് പൊതിഞ്ഞു തിരിച്ചു കൊണ്ടുവന്ന് വെച്ച് അതിനുശേഷം 2ാമതൊരു പ്രാവശ്യം കൂടി 25 വീണ്ടും ചെയ്യാൻ പോയപ്പോഴല്ലേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ട് ഇടപെട്ട് അന്വേഷണം നടത്തി 2 തിരുവിതാംകൂറിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ജയിലിൽ. മാനാഭിമാനമുള്ളവൻ പറയാൻ കഴിയുന്നു, ഞാനൊരു CPM പ്രവർത്തകനാണെന്ന്, ഞാനൊരു LDF പ്രവർത്തകനാണെന്ന്. ഇതെല്ലാം UDF-ന്റെ കാലഘട്ടത്തിലാണ് നടന്നിരുന്നതെങ്കിൽ കേരളത്തിന്റെ സ്ഥിതി എന്താകുമായിരുന്നു? അധോലോക മാഫിയ കൊള്ള സംഘമായി കേരളത്തിലെ ഭരണം മാറിയിരിക്കുന്നു. ഒരു ക്ഷേത്രത്തിലെ സ്വർണം ഗവൺമെന്റ് നിയോഗിച്ച ഭരണസമിതിയും കൂടി കൊള്ള നടത്തുന്നു എന്ന് പറഞ്ഞാൽ ലോക ചരിത്ര
സംഭവമാണ്. റോഡിലിറങ്ങി നടക്കാനും മറുപടി പറയാനും കഴിയാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് അതിനെ അതിജീവിക്കാൻ ശങ്കരാണി പറഞ്ഞതുപോലെ ഏറ്റവും ഒടുവിലത്തെ ആയുധം ആവനാഴിയിൽ നിന്ന് പുറത്തെടുത്തു. ശ്രീ ഉമ്മൻചാണ്ടിയെ സരിതയെ മുമ്പിൽ നിർത്തി ആരോപണത്തിന്റെ ശരശയെ തീർത്ത് അപമാനിച്ച് അധികാരത്തിൽ നിന്ന് പുറത്താക്കി അധികാരത്തിലെത്തിയ പിണറായി വിജയൻ 2026 ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് തീർച്ചയായപ്പോ, ഈ തെരഞ്ഞെടുപ്പിലും ഒരു തരത്തിലും തിരിച്ചു വരാൻ കഴിയില്ല എന്ന് തീർച്ചയായപ്പോ, ഇരയെന്ന് അവകാശപ്പെടുന്ന പെൺകുട്ടിയെ വിളിച്ചു വരുത്തി ഒരു വെള്ള കടലാസിൽ പരാതി എഴുതി വാങ്ങി. ഇപ്പോൾ അന്വേഷണം, അറസ്റ്റ്. ഞങ്ങൾ ആരും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും ന്യായീകരിച്ചിട്ടില്ല. പക്ഷെ ലളിതമായ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. 6 മാസമായല്ലോ ഈ കേസ് പുറത്തു വന്നിട്ട്. അതിലും എത്രയോ കാലങ്ങൾക്ക് മുമ്പ്. പക്ഷേ മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പുറത്തു വരികയും പിണറായി വിജയൻ നേരിട്ട് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തല്ലോ. ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ. ഞാൻ ഈ 6 മാസ കാലയളവിൽ ഇത്രയും ഒരു SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടായിട്ടും എന്തേ ഇരയെന്ന് അവകാശപ്പെടുന്ന ഈ പെൺകുട്ടി ഒരു പരാതി കൊടുത്തില്ല? ഇപ്പൊ ഈ മെനങ്ങാന്നുണ്ടായി മുഖ്യമന്ത്രിയെ തന്നെ ഈ പരാതി കൊടുക്കാൻ കാര്യം പുതിയ സംഭവവാസങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ? ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള സംഭവവാസം ഉണ്ടായോ? പുതിയ ഒരു സംഭവവാസമില്ല. പുതിയ സംഭവവാസമുണ്ട്. എന്താ പുതിയ സംഭവവാസം? 11 ദിവസം കഴിയുമ്പോ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്. അല്ലാതെ എന്ത് പുതിയ സംഭവവാസം? ഇതല്ലേ അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ആ കാലഘട്ടത്തെ കുറിച്ച് എനിക്കിപ്പോഴും ഓർമ്മ. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് നടക്കും. കുഞ്ഞാലിക്കുട്ടി സാഹിബ് രാജിവെച്ച ഒഴിവിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോ എല്ലാം കഴിഞ്ഞു പോയ സരിതാ കേസ് ഒരു ദിവസം രാവിലെ, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന ദിവസം രാവിലെ സരിതയെ വിളിച്ചു വരുത്തി വെള്ള കടലാസിൽ പരാതി എഴുതി വാങ്ങി കേസ് CBI വലിയ വാർത്ത, വീണ്ടും വിവാദം. ഇതാണ് ഞാൻ നേരത്തെ അവസാനത്തെ അടവ് പയറ്റുന്നത്. പെൺവിഷയവും പിന്നെ ഞാൻ പറയുന്നില്ല അവിഹിത ഗർഭവും. കാറൽ മാർക്സും ഏംഗൽസും ലെനിനും വർഗാധിഷ്ഠിത രാഷ്ട്രീയവും വർഗസമര സിദ്ധാന്തവും അതുപോലെ മൂലമത സിദ്ധാന്തവും ഒക്കെ പോയി. കാരണം ജനങ്ങളുടെ മുമ്പിൽ ഒരു ചുരുക്കം പറയാനില്ല. വികസനോന്മുഖ നേട്ടങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, ഭരണത്തിന്റെ സൽ നേട്ടങ്ങൾ ഒരു ചുക്കും അവതരിപ്പിക്കാനില്ല. അഴിമതി, സാമ്പത്തികം, മുഖ്യമന്ത്രിക്കെതിരെ CBI ചാർജ് ഷീറ്റ് ചെയ്ത കേസ്, മകൾ വീണ വിജയനെതിരായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ചാർജ് ചെയ്ത കേസ്, മകൻ വിവേകിനെതിരായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ്. ഇങ്ങനൊരു മുഖ്യമന്ത്രിയെ കുടുംബവും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ എന്ത് പറഞ്ഞ് ജനങ്ങളോട് വോട്ട് ചോദിക്കും? ഒരു ചുക്കും പറയാനില്ല. അപ്പൊ പെണ്ണിനെ മുമ്പിൽ നിർത്തി ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. സ്ത്രീയെ മുമ്പിൽ നിർത്തി ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ സ്ത്രീകളെ, അവരുടെ ജീവിതാവകാശങ്ങളെയും ദുരുപയോഗം ചെയ്തിട്ടുള്ള ഒരു പാർട്ടി CPM ആണ് എന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ ആവർത്തിച്ചു നിയമാനുസൃതമായിട്ടുള്ള, ഞാൻ ചോദിച്ചില്ല, കോൺഗ്രസിനെ പോലൊരു പാർട്ടി ആരോപണം വന്നപ്പോൾ തന്നെ അയാളെ സസ്പെൻഡ് ചെയ്തില്ലേ? പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ലേ? ഇവിടെ 2 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാർ ജയിലിൽ കിടക്കുന്നു. നടപടി എടുക്കുന്നില്ല എന്ന് ഗോവിന്ദനോട് ചോദിച്ചപ്പോ MP ഗോവിന്ദൻ പറഞ്ഞ മറുപടി എന്താ? FIR ആയതല്ലേ ഉള്ളൂ, ജയിലിൽ കിടക്കുന്നതല്ലേ ഉള്ളൂ, കുറ്റപത്രം സമർപ്പിക്കട്ടെ. കുറ്റപത്രം സമർപ്പിച്ച MLA ശ്രീപീഡന കേസിൽ M. മുകേഷ് കൊല്ലത്ത് അന്വേഷണം നടത്തി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കുറ്റപത്രം സമർപ്പിച്ച മുകേഷ് ഇപ്പോഴും MLA ആയി തുടരുന്നു. ഒരു നടപടി സ്വീകരിക്കുന്നുണ്ടോ? ഒരു നടപടിയില്ല. ഇനി കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയുന്നതാണ് വിധിയായില്ലല്ലോ. വിധി വരുമ്പോ എന്ന് പറയും ഒരു കോടതിയല്ലേ വിധിച്ചുള്ളൂ, മേലെ വീണ്ടും കോടതി ഉണ്ടല്ലോ. ഇങ്ങനെ അവസരവാദപരമായ നിലപാട് സ്വീകരിക്കുന്ന, ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട, ജനങ്ങൾ വെറുക്കുന്ന അറപ്പോടുകൂടി നോക്കിക്കാണുന്ന ഈ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ ഭരണത്തിനെതിരായിട്ടുള്ള ജനകീയ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുന്നതാണ് ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തിലേക്കുള്ള സുപ്രധാനമായ ഈ തെരഞ്ഞെടുപ്പ്. ആ രാഷ്ട്രീയ ഗൗരവത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ കാണുമ്പോൾ ആവർത്തിച്ച് അഭ്യർത്ഥിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് ഈ പ്രാവശ്യം
ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത്, നിലമേൽ ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ തന്നെ UDFന്റെ ഭരണത്തിലാണ്. കടക്കൽ ഗ്രാമപഞ്ചായത്തിലും ഇട്ടിവ ഗ്രാമപഞ്ചായത്തിലും അതിശക്തമായ മുന്നേറ്റം നടത്തി ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലുമുള്ള നമ്മുടെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും നിർലോഭമായ പ്രവർത്തനം ഉണ്ടാകണമെന്ന് വിനയപരിശ്രമം അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്ന ചടയമംഗലം ഡിവിഷനിൽ മത്സരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീമതി ഗോപിക റാണി കൃഷ്ണ, നിങ്ങൾ എഴുതി വെച്ചോ, ഇപ്രാവശ്യം നല്ലതുപോലെ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഉജ്ജ്വല ഭൂരിപക്ഷത്തോടുകൂടി ഗോപിക റാണി കൃഷ്ണ ജയിക്കും. അതിനുള്ള സകല അന്തരീക്ഷവും ഇപ്പൊ തന്നെ രൂപപ്പെടുന്ന മറ്റ് വിശദാംശങ്ങളിലേക്ക് ഒന്നും കടന്നു പോകുന്നില്ല. പൊതുപ്രവർത്തന രംഗത്തെ ഉദാത്തമായ മാതൃകൾ, സ്ത്രീത്വത്തിന്റെ ഉജ്ജ്വലമായ പ്രതീകം, മാന്യമായ പെരുമാറ്റം, സാമൂഹ്യമായ അംഗീകാരം, നല്ല സ്വീകാര്യത, അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ UDFനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരിക്കുന്ന ഗോപിക റാണി കൃഷ്ണ. ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുകളിലേക്ക് മത്സരിക്കുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബഹുമാനപ്പെട്ട മണ്ണൂർ ബാബു സാറ്, തുടയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കുന്ന അദ്ദേഹത്തിനും, അതോടൊപ്പം തന്നെ ഇളവക്കോട് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കുന്ന നിലമേൽ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായ വിനീത, ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കുന്ന ശ്രീധര, ഇവിടെ വരാത്ത മറ്റ് 4 ഡിവിഷനുകളിൽ മത്സരിക്കുന്ന ജയശ്രീ, ഇനി 4 പേർ അവിടെ എത്തിച്ചേർന്നിട്ടില്ല. ആ 4 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലെയും ഈ 3 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ ഉൾപ്പെടെയുള്ള 7 ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയും അതുപോലെ ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അവസാന വോട്ട് പോളിംഗ് യന്ത്രത്തിൽ രേഖപ്പെടുത്തുന്നതുവരെ അഹോരാത്രം പ്രവർത്തിക്കാൻ ഞാനും നിങ്ങളും ഒരു മനസ്സോടുകൂടി തയ്യാറാകണം. അതിനൊരുമിച്ച് ഒറ്റക്കെട്ടായി എല്ലാം പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് കൺവെൻഷനിൽ പങ്കെടുത്ത എല്ലാവരെയും ആർദ്രമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഉജ്ജ്വല വിജയം ആശംസിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ബ്ലോക്ക് ജില്ലാ സ്ഥാനാർത്ഥികൾ അഭിസംബോധന ചെയ്യുന്നതിന് മുമ്പ് മുഖ്യ പ്രഭാഷണം ചുരുങ്ങിയ വാക്കുകൾ APC ജനറൽ സെക്രട്ടറി ശ്രീ M. നസീർ. ഞാൻ അധികമായി പ്രസംഗിക്കുന്നില്ല, എഴുന്നേറ്റ് പോകണ്ട. പ്രിയമുള്ള അധ്യക്ഷൻ, പ്രിയപ്പെട്ട MP, വേദിയിലിരിക്കുന്ന സ്ഥാനാർത്ഥികൾ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ശ്രീമതി ഗോപിക റാണി കൃഷ്ണ അടക്കമുള്ള പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളെ, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിലെ ശ്രീമതി വിനീത, കേശ്രീ, അതുപോലെ തുടയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ശ്രീ മണ്ണൂർ ബാബു അടക്കമുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാരെ, നമുക്കറിയാം നമ്മുടെ ഈ കൺവെൻഷൻ നിങ്ങൾ സ്ഥാനാർത്ഥികൾ മാത്രം ഒറ്റയ്ക്ക് വന്നുകൊണ്ടാണ് ഈ വേദി ഇത്രയും സമ്പന്നമായി നിറഞ്ഞ് കവിഞ്ഞത്. നമ്മുടെ സ്ഥാനാർത്ഥികളെല്ലാം ഒരു 5 പേരെ കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ച് ഒരു ഇരിപ്പിടമൊക്കെ അവിടെ നടന്നത്. നിങ്ങൾ ഇപ്പോഴത്തെ ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ നമുക്ക് ജയിക്കാൻ പറ്റിയ ഒരു ഡിവിഷനാണ്. MP പറഞ്ഞത് വളരെ കറക്റ്റാണ്. നിലമേൽ നല്ലൊരു ഭൂരിപക്ഷം ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് കിട്ടും. അതുപോലെ തന്നെ ചടയമംഗലത്ത് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ ഈ സ്വർണ്ണയും ഈ ശബരിമല വിഷയവും അത് എല്ലാ ജനങ്ങളോടും ഒന്ന് വിശദീകരിക്കാമെങ്കിൽ ഈ ചടയമംഗലം പഞ്ചായത്തിൽ നമുക്ക് മാന്യമായ ഒരു വോട്ട് വാങ്ങാൻ പറ്റും. പ്രത്യേകിച്ചും ചടയമംഗലത്തിൻ്റെ സമവാക്യങ്ങൾ വെച്ച് നമുക്കതിന് സാധ്യമാണ്. ഇട്ടിവ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം
ഞാൻ കൃത്യമായി മനസ്സിലാക്കുന്നത് ഇട്ടിവായിൽ ഇപ്രാവശ്യം UDF അധികാരത്തിൽ വരും എന്നാണ്. കാരണം ശ്രീ എബ്രഹാം ഇടങ്ങിമണ്ണിലുണ്ടായിരുന്ന കാലഘട്ടം മുതൽ UDFന് വിജയിക്കാൻ പറ്റിയ കപ്പിനും ചുണ്ടിനും ഇടയിൽ അധികാരം നഷ്ടപ്പെട്ട ഒരു പഞ്ചായത്താണ് ഇട്ടിവ. ആ ഇട്ടിവ പഞ്ചായത്തിൽ ഇന്നത്തെ വാർഡ് വിഭജനത്തിന് ശേഷം ഉള്ള അവിടുത്തെ നേതാക്കന്മാരുടെ വിലയിരുത്തലും പുറത്തു നിന്ന് കിട്ടുന്ന റിപ്പോർട്ടും വെച്ച് നോക്കിയാൽ ചില പ്രശ്നങ്ങൾ ഇവ പഞ്ചായത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം UDFന് അനുകൂലമായിട്ടുണ്ട്. അതെല്ലാം കൂടി വെച്ചാൽ ഇട്ടിവ പഞ്ചായത്തും നമുക്ക് പിടിക്കാനും ജില്ലാ പഞ്ചായത്ത് ഇത് ഭൂരിപക്ഷം കൊണ്ടുവരാനും പറ്റും. ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികൾ ഇവിടെ ഉണ്ട്. ഇപ്പൊ എന്താണ് കേരളത്തിൽ തന്നെ ഈ വിഷയങ്ങൾ മാറ്റാൻ നിൽക്കുക? ഇപ്പം പിണറായിയുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യും. രാഹുലിനെ കിട്ടിയില്ല, പക്ഷേ രാഹുൽ ഈശ്വരനെ കിട്ടി ഇപ്പം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ലൈവ് കാര്യം. നമ്മളെല്ലാം വളരെ അത്ഭുതത്തോടുകൂടിയാണ് കഴിഞ്ഞ 6 മാസം മുമ്പ് നടന്ന അതിജീവിതയുടെ ഈ വോയിസ് റെക്കോർഡ് കേട്ടത്. ഇപ്പൊ ഇത്രയും നാള് തപ്പിയിട്ടാണ് പിണറായി വിജയന്റെ ഓഫീസിൽ ഈ അതിജീവിതയെ കൊണ്ടുവന്നത്. എന്നിട്ട് മൊഴിയെടുത്തു. രാഹുൽ മാങ്കൂട്ടം തീവ്രമായി ക്രൂരമായി പല പ്രാവശ്യം പീഡിപ്പിച്ചു എന്നാണ് മൊഴി. നിങ്ങൾക്കറിയാം, മുമ്പ് ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന 2015 ഇവരൊരു അവതാരത്തെ ഇറക്കി. ആ അവതാരത്തിന്റെ പേരാണ് സരിതാ നായർ. ആ സരിതാ നായരെ ഇന്ന് കാണാനുണ്ടോ? സരിതാ നായരുടെ ജീവിതം നമ്മൾ അറിയുന്നുണ്ടോ? നമ്മൾ മനസ്സിലാക്കി നോക്കണം. സരിതാ നായരുടെ ജീവിതം നരകതുല്യമാണ്. നരകതുല്യം. വലിയ സൗന്ദര്യധാമമായി അവതരിച്ച് കേരളത്തിലെ മീഡിയക്കെല്ലാം ഇടയായി ഇടതുപക്ഷത്തിന്റെ വക്താവായി ഇടതുപക്ഷത്തിന്റെ ചട്ടുകമായി നിന്ന സരിതാ നായർ ഇന്ന് വളരെ വളരെ പരിതാപകരമായ ജീവിതമാണ് നയിക്കുന്നത്. ആരും നോക്കാനില്ല. ആ പാവപ്പെട്ട ഉമ്മൻചാണ്ടിയെ നമ്മളെല്ലാം ദൈവതുല്യനായി കാണുന്ന ഉമ്മൻചാണ്ടിയെ വേട്ടയാടി, അതും വന്ധ്യവയോധികനായ മനുഷ്യനെ വേട്ടയാടി അവഹേളിച്ച് അപകീർത്തിപ്പെടുത്തി അതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കല്ലെറിഞ്ഞ് അദ്ദേഹത്തിന്റെ നെറ്റിപ്പാടുകളിൽ ചോര ഇറ്റിട്ട് വീണ കേരള രാഷ്ട്രീയത്തിന്റെ ശാപമാണ്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ പിണറായി വിജയനെ കൂട്ടരിങ്ങനെ തപ്പി നടത്തി. കഴിഞ്ഞ 3-4 മാസമായിട്ട് ഈ അതിജീവിതയെ തപ്പി നടക്കുകയാണ്. അപ്പോഴാ BJP-കാരനും BJP-യുടെ കാരന്റെ ഭാര്യയും നമ്മൾ തന്നെ അറിയത്തില്ല ഇതൊരു ഭാര്യ കൂടിയായിരുന്നു. ഞാൻ ദീർഘമായി അതിലേക്ക് പറയുന്നില്ല, കാരണം പാർട്ടി അങ്ങനെ ഒരു നിർദ്ദേശമാണ് തന്നിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ എങ്ങോട്ട് ചിന്തിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ എന്തിനു വേണ്ടിയാണ് കേസ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്ന് പറഞ്ഞാൽ സാധാരണ കൊള്ളയല്ല. ഒരു വലിയ ജുവലറി, ഭീമ ജുവലറിയിലെ 1000 കിലോ സ്വർണം അടിച്ചുകൊണ്ട് പോകുന്നവർക്കല്ല. ശബരിമല ശാസ്താവിന്റെ വിശ്വാസമാണ്. ഭക്തജനകോടികൾ ശബരിമലയിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തെയാണ് ഇവർ ഹനിച്ചത്. ഈ വാസവനും ഈ കനകം പുള്ളി എന്ന് പറയുന്ന ഈ പുള്ളിയും ഈ ശാസ്താവിന്റെ മുമ്പിൽ പോയി ഇന്ന് തൊഴുത് ഈ വിഗ്രഹം എങ്ങനെ അടിച്ചുകൊണ്ട് പോകാം എന്നതാണ് അവരെപ്പോഴും മനസ്സിൽ ചിന്തിച്ചിട്ടുള്ളത്. ഈ കനകപ്പള്ളിയും സുരേഷി പറയുന്ന വാസവനും അറിയാതെ ഈ പത്മകുമാറോ വാസുവോ ഈ പ്രശാന്തനോ അയ്യപ്പന്റെ വിഗ്രഹത്തിൽ തുറന്നില്ല. അയ്യപ്പന്റെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ അതിന്റെ വാതിൽപ്പടികളായിരുന്നാലും ദ്വാരപാലക വിഗ്രഹങ്ങളായാലും അതിന്റെ പാളികളായാലും ആദ്യം നമ്മൾ വലിയ മോഷ്ടാക്കൾ ചെയ്യുന്നത് എന്താണ്? ദ്വാരപാലകർ എന്ന് പറയുന്നത് അംഗരക്ഷകരാണ്. അംഗരക്ഷകരെ അടിച്ചു മാറ്റുക, അത് കഴിഞ്ഞിട്ട് വാതിന് പൊളിക്കില്ല. നിങ്ങൾ ഓർക്കണം, നമ്മൾക്ക് ദൈവവിശ്വാസികളാണ്.
എന്ന് നമ്മൾ പറയും. പിണറായി വിജയന് രണ്ടാമത്തെ പണി, 8ന്റെ പണി കിട്ടിയതാണ്. ശബരിമലയിൽ പോയി ആഗോള അയ്യപ്പ സംഗമം നടത്തി. രണ്ടാമത്തെ പണി. ആദ്യം ഇയാള് 2-3 പെണ്ണുങ്ങളെ കൊണ്ട് അവിടെ ഇറക്കി. കനകദുർഗയും ബിന്ദു അമ്മിണിയെയും കൊണ്ടിറക്കി. രഹനാപാത്രമായ സന്നിധാനത്ത് വെക്കുന്ന ഭക്തജനങ്ങളെ തിരിച്ചറിഞ്ഞ് അവളെ എടുത്ത് തൂക്കി പമ്പ ആറ്റിലോട്ട് എറിഞ്ഞു. അതിനുശേഷം 2 കിട്ടിയില്ല. ഈ 2 മുഖം അറിഞ്ഞുണ്ടായിരുന്നു. എന്നിട്ട് പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചു, ശബരിമലയിൽ യുവതികളെ പ്രവേശിച്ചു, വിപ്ലവം സംഭവിച്ചു. പിണറായി വിജയനും കൂട്ടരും, കൊടിയേരി കൂട്ടരും, ഗോവിന്ദനും കൂട്ടരും വീടാത്രക്കാരും പറഞ്ഞു, ഞങ്ങൾക്ക് മാപ്പ് തരണം, തെറ്റ് പറ്റിപ്പോയി. ആ തെറ്റും മാപ്പും വെറുതെ ആയിരുന്നു. രണ്ടാമതും ഈ ശബരിമലയിൽ അയ്യപ്പന്റെ വിഗ്രഹം കവർന്നെടുത്തെന്ന് പറഞ്ഞാൽ അയ്യപ്പനെ കവർന്നെടുത്തു. അത്ര ശക്തിയുള്ളതാണ്. നമ്മളെ കേരളം മാത്രമല്ല, ഇന്ത്യയിലെ ലോകത്തുള്ള മലയാളികളും ലോകത്തുള്ള ഹൈന്ദവരും അത്രയും ഭക്തി സാന്ദ്രമായി കാണുന്ന അതിതീവ്രമായ ഒരു വിഗ്രഹത്തെ അല്ലെങ്കിൽ ദൈവത്തെ അടിച്ചു മാറ്റാൻ ഒരു മനസാക്ഷിത്വമില്ലാത്ത, ഒരു ഭയവുമില്ലാതെ ഇവർ നടന്നെങ്കിൽ ചടയമംഗലം പഞ്ചായത്തിലെ ആളുകളോട് ഇത് പറയട്ടെ. അല്ല വോട്ടുക എന്ന് പറഞ്ഞാൽ വോട്ട് തരും. ശബരിമല ശാസ്താവിനെ കട്ടെടുക്കാൻ നിന്നവർക്ക് എതിരെയുള്ള തെരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കുറച്ചുകൂടി ആർജവത്തോടെ പ്രവർത്തിച്ചാൽ ചടയമംഗലം പഞ്ചായത്തിൽ ഞാൻ ഭരണം പിടിക്കുമെന്നൊന്നും പറയുന്നില്ല, പഞ്ചായത്തിന് ശക്തമായ ഒരു പ്രതിപക്ഷ നേതൃത്വം ഉണ്ടാകും. കോൺഗ്രസിന് സംഘടനാപരമായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു. ഒന്നും കൂടി നമുക്ക് സാമ്പത്തികമായ പല പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളെ പരമാവധി മറികടക്കാൻ ശ്രമിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് എല്ലാ വാർഡുകളിലും എല്ലാ വീടുകളിലും നമ്മുടെ ഈ അയ്യപ്പന്റെ വിഷയം സംസാരിച്ചാൽ തന്നെ നമുക്ക് വോട്ട് ജനങ്ങൾ തരും. കാരണം അത് ജനങ്ങൾ, അത് UDF-നോട് മാത്രമല്ല, കേരളത്തിലെ വിശ്വാസങ്ങളോട്, ആചാരങ്ങളോട്, അനുഷ്ഠാനങ്ങളോടുള്ള ജനങ്ങളുടെ പ്രതിബദ്ധതയാണ്. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കണം. അതിനുവേണ്ടി ഓരോ വാർഡിലും നമ്മുടെ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് ഈ കൺവെൻഷൻ ഉതകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്ന ഗോപിക റാണി കൃഷ്ണയെ നിങ്ങൾക്കറിയാം. 2015 മുതൽ അവർ മത്സരരംഗത്തുണ്ട്. നിലവിൽ ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പറായി പൊതുപ്രവർത്തനത്തിൽ ശക്തിയായി പ്രവർത്തിച്ച മംഗള കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ്, ജില്ലാ ജനറൽ സെക്രട്ടറി, സംസ്ഥാന TNDC വനിതാ വിഭാഗം സെക്രട്ടറി, അതുപോലെ കൈരോട് 35 വർഷക്കാലം ഇന്നും കോൺഗ്രസിന്റെ കയ്യിലുള്ള ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ സെക്രട്ടറി തുടങ്ങി വിവിധ തലങ്ങളിൽ വളരെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ശക്തിയായ വനിതയാണ് ശ്രീമതി ഗോപിക റാണി കൃഷ്ണ. അവർ ഈ ചടയമംഗലം ഡിവിഷൻ ഇന്നത്തെ രൂപത്തിലുള്ള ചെറിയ മാറ്റങ്ങളുള്ള രൂപത്തിൽ മത്സരിച്ചപ്പോൾ തന്നെ ചെറിയ മാർജിനിൽ തോറ്റ ആളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ശ്രീമതി ഗോപിക റാണി കൃഷ്ണയെയും അതുപോലെ ജയശ്രീ മത്സരിക്കുന്നത് ചടയമംഗലത്തിന്റെ പകുതിയും നിലമേലിന്റെ പകുതിയുമുള്ള വാർഡുകളിലാണ്. നിലമേൽ പകുതിയിൽ ജയശ്രീക്ക് നല്ല ഭൂരിപക്ഷം കിട്ടും, നിങ്ങൾക്ക് സംശയം വേണ്ട. അവർ നല്ല ഒരു പഞ്ചായത്ത് അംഗമായിരുന്നു, നല്ലൊരു ആശാവർക്കറായിരുന്നു, കുടുംബശ്രീയിലും തൊഴിലുറപ്പിലുമുള്ള സഹോദരിമാർക്ക് മുന്നണി പടയാളിയായിട്ടുള്ള സഹോദരിയാണ്. അതുകൊണ്ട് ശ്രീമതി ജയശ്രീയെ ഇവിടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും അവർ ബ്ലോക്ക് പഞ്ചായത്തിൽ. അതുപോലെ നിങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ പാർട്ടി സന്തോഷത്തോടുകൂടി ഈ ഇളവക്കോട് ബ്ലോക്ക് ഡിവിഷനിലേക്ക് സ്ഥാനാർത്ഥിയാക്കിയതാണ് വിനീത എന്ന ഏറ്റവും നല്ല ഒരു പഞ്ചായത്ത് പ്രസിഡന്റായി 2.5 വർഷക്കാലം നിലവിൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി ആ CDS-ന്റെ കുരിയോട് വാർഡിനെ മുരിക്കോം വാർഡിൽ നിന്ന് CDS കമ്മിറ്റിയിലേക്ക് വന്ന് കുടുംബശ്രീയിലും തൊഴിലുറപ്പിലും ഒക്കെ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തി UDF-ന്റെ കോൺഗ്രസിന്റെ ഒരു ഉരുക്ക് കോട്ടയായി ഈ പ്രദേശങ്ങളെ മാറ്റിയെടുത്ത ആളാണ്.
ശ്രീമതി വിനീത ശങ്കർ ഉണ്ട്. ഈ സ്ഥാനാർത്ഥികൾ, ഇവിടെ ധാരാളം സ്ഥാനാർത്ഥികൾ ഞാൻ വാർഡിൽ പറയുന്നില്ല, ഒട്ടേറെ പോരാട്ടങ്ങൾ നടത്തുന്ന ധാരാളം സ്ഥാനാർത്ഥികളുണ്ട്. അവരെല്ലാവരും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കണം. നല്ലൊരു പ്രതിപക്ഷ നില ഇവിടെ പഞ്ചായത്തിലുണ്ടാകണം. നമുക്ക് ജയിക്കാൻ പറ്റുന്ന വാർഡുകളുണ്ട്. ആ വാർഡുകളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് വർക്ക് ചെയ്താൽ ഇവിടെ ഒരു ത്രികക്ഷി പഞ്ചായത്ത് ഉണ്ടായാൽ ആ പഞ്ചായത്ത് എന്ത് സംഭവിക്കുമെന്നുള്ളത് രാഷ്ട്രീയ ബോധമുള്ള നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്ന് കൂടി ഞാൻ അറിയിക്കുകയാണ്. ഈ കമ്മിറ്റി, നമുക്കിവിടെ ഒരു തെരഞ്ഞെടുപ്പിന്റെ കമ്മിറ്റി വേണം. ഈ ഡിവിഷന്റെ ഒരു കമ്മിറ്റി വേണം. ഞാനത് അതിനെക്കുറിച്ചൊരു ചർച്ച ചെയ്തപ്പോൾ നമ്മുടെ ഈ DCC തന്നെ ശ്രീ AR നിഷാദിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് AR നിഷാദ് ചെയർമാനായും അതുപോലെ നമ്മുടെ മുൻ മണ്ഡല പ്രസിഡന്റായിട്ടുള്ള ശ്രീ രാധാകൃഷ്ണപിള്ള ജനറൽ കൺവീനറായിട്ടും നിലമേൽ നിന്നും അതുപോലെ ഇട്ടിവായിൽ നിന്നും 3-4 പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ ബോഡി, അതിൻ്റെ ഒരു കോർഡിനേഷൻ ചുമതല ഏൽക്കണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ശ്രീ മണ്ണൂർ ബാബു, ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മുടെ ഈ ഡിവിഷനിൽ ഉള്ള ആളാണ്. അദ്ദേഹം നമ്മുടെ നിയോജക മണ്ഡലത്തിൽ തന്നെ നമ്മുടെ ഒരു വിപിനാഥനാണ്. ഞാനൊക്കെ KSUവിന്റെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും ശക്തനായ ഒരു പ്രാസംഗികനായിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ഞാൻ പല സ്ഥലത്തും ആ പ്രസംഗത്തിലെ പോയിന്റുകൾ കിട്ടാൻ വേണ്ടി ഞാൻ പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസംഗം പോയി കേട്ടു. അദ്ദേഹം വർഷങ്ങളായി ട്യൂട്ടോറി അധ്യാപക മേഖലയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ശിഷ്യന്മാരായിട്ടുള്ള, സ്നേഹം കൊടുത്തിട്ടുള്ള, അവരെ വലിയ നിലയിൽ എത്തിച്ചിട്ടുള്ള ഒരാളാണ് മണ്ണൂർ ബാബു എന്ന് പറയുന്നത്. അദ്ദേഹം തുളയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥിയാണ്. ഞാൻ അദ്ദേഹത്തിനെ പറയാൻ പറ്റുള്ളൂ. ഇട്ടിവ പഞ്ചായത്തിലെ കോർ കമ്മിറ്റിയുടെ ചെയർമാനാണ്, കോൺഗ്രസിന്റെ DCC മെമ്പറാണ്, സീനിയർ നേതാവാണ്. തുളയന്നൂരിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം, ഇട്ടിവയിലെ കിഴക്കൻ മേഖലയിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് തുളയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ശ്രീ മണ്ണൂർ ബാബു വിജയിക്കും. ഇടതുപക്ഷ പാർട്ടികൾ തന്നെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യും. ഞാനത് പ്രത്യേകം ഇവിടെ മൈക്കിൽ കൂടെ പറയുന്നില്ല. അത് അദ്ദേഹത്തിന് ഒരു നല്ല വിജയം ഉണ്ടാകാൻ നമുക്കെല്ലാം അദ്ദേഹത്തിനെ പിന്തുണയ്ക്കാം. അദ്ദേഹത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് എല്ലാവിധ പ്രാർത്ഥനയും ശ്രീ മണ്ണൂർ ബാബുവിനും ഉണ്ടാവണം. ഞാൻ അതുകൊണ്ട് അതിന് അദ്ദേഹത്തിനെ കൂടി ഇതിന്റെ ഒരു പ്രവർത്തനമായിട്ട് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ്. ഞാൻ കമ്മിറ്റിയിൽ ശ്രീ വടക്കൻ നാസറിനെയാണ് ആദ്യം രാധാകൃഷ്ണനെ നിർദ്ദേശിച്ചത്. അത് രാധാകൃഷ്ണനെ പ്രത്യേകം നിർദ്ദേശിച്ചുകൊണ്ടാണ് സാധ എന്നോട് വന്നിട്ട് പറഞ്ഞു ഞാൻ വടക്കൻ നാസറിനെ അവർ തമ്മിൽ ധാരണയായി വടക്കൻ നാസറെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണെന്ന് പറഞ്ഞു. രാധാകൃഷ്ണൻ തന്നെയാണ് ചടയമംഗലത്തിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്നത്. ഏറെ ദൂരെയൊന്നും പോകണ്ട, ചടയമംഗലം വിശാൽ നിലവിലുണ്ട്. പിന്നെ ഇട്ടിവായിൽ നമുക്കൊരു സംവിധാനം ഉണ്ടാക്കാം. നിങ്ങളത് കോർഡിനേറ്റ് ചെയ്യാം. നമുക്കൊരു ഉത്തരവാദിത്തം വേണം. എല്ലാം ഉത്തരവാദിത്തം ഉണ്ടെങ്കിലേ നമുക്കത് ജില്ലാ പഞ്ചായത്തിന്റെ ഒരു കോർഡിനേഷൻ നടക്കും. അതുകൊണ്ട് പരമാവധി ഇനി നമുക്കൊരു 10 ദിവസം തികച്ചേ ഉള്ളൂ. 10 ദിവസം ഇല്ല, ഇനി ഒരു 5-6 ദിവസമേ ഉള്ളൂ. അപ്പൊ അതിനിടയിൽ നമുക്ക് ഇവിടെ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ചടയമംഗലം പഞ്ചായത്തിലെ ഒരു 6-7 സീറ്റ് നമ്മൾ ജയിക്കുന്ന സീറ്റുകളുണ്ട്. അതുകൊണ്ട് മാത്രമല്ല എല്ലാ സീറ്റിലും നല്ല കടുത്ത മത്സരം നടക്കുന്നുണ്ട്. നമ്മൾ ജയിക്കുന്ന സീറ്റുകൾ ഒരു പാകപ്പിഴവും വരാത്ത രീതിയിൽ പ്രവർത്തിക്കുകയും നമ്മൾ പോരാട്ടം നടത്തുന്ന ഇഞ്ചോടിഞ്ഞ് പൊരുതി കയറുന്ന വാർഡുകളിൽ ആ പോരാട്ടം ശക്തമാക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ തത്സമയം ഇവിടെ പൂർണ്ണമാകുന്നു. തെരഞ്ഞെടുപ്പ് വാർത്തകളും വാർത്താവിശേഷങ്ങളുമായി അടുത്ത വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. സംഭവിക്കാൻ പോണത് അത് ഞാൻ എന്റെ പഞ്ചായത്തായതുകൊണ്ട് ഞാൻ വെറും വീമ്പ് പറയുന്നതല്ല. അവിടെ ഒരു ചരിത്രം അവിടെ ചിലപ്പോൾ സംഭവിക്കും.